കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂര് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരിങ്ങാലക്കുട ഒരു വെറൈറ്റി കല്യാണം നടന്നു. ഒരു കർഷക ദമ്പതികളുടെ കല്യാണം, അല്ലെങ്കിൽ കൃഷിയെ ഇഷ്ടപ്പെടുന്ന രണ്ടുപേരുടെ കല്യാണം. കൃഷിയാണ് ഇവരെ ഒന്നിപ്പിച്ചത്. ആ രണ്ടുപേരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്, ശരത്തും ശ്രുതിയും. നമസ്കാരം. അപ്പൊ കൺഗ്രാചുലേഷൻസ്, ആദ്യത്തെ യാത്ര ഇങ്ങോട്ടാണ് അല്ലേ? താങ്ക് യു. ശരി, ഈ വെറൈറ്റി കല്യാണത്തിന്റെ പ്രത്യേകത, അതിന്റെ വിഭവങ്ങൾ, അതൊരുക്കിയ രീതി, ഗ്രീൻ പ്രോട്ടോകോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു ശരത്? എന്തൊക്കെയായിരുന്നു കല്യാണത്തിന് ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ വെൽക്കം ബോർഡ്, നമ്മുടെ ഓലമിടഞ്ഞിട്ടല്ലേ, ഓലമിടഞ്ഞിട്ട് അതിലാണ് വെൽക്കം എഴുതിയിരുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിക്കുന്ന പ്ലേറ്റുകൾ പാളയാണ്. പിന്നെ അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം മണ്ണിന്റെ ഗ്ലാസ്, പിന്നെ അതുപോലെ ചായയൊക്കെ സ്റ്റീലിന്റെ ഇതിലാണ്. പിന്നെ നമ്മള് വിവാഹവേദി സ്റ്റേജ് മുഴുവൻ വേരുകൊണ്ടാണ് അലങ്കരിച്ചിരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വാഴപ്പിണ്ടിയൊക്കെ വെച്ചിട്ടും അലങ്കരിച്ചിരുന്നു. പിന്നെ വന്ന അതിഥികൾക്കൊക്കെ നമ്മൾ കുറച്ച് തൈകൾ കരുതിയിരുന്നു. അപ്പൊ അവർക്കൊക്കെ നമ്മളൊരു തുണിസഞ്ചി കൊടുത്തു. ഇപ്പോൾ തുണിസഞ്ചി തന്നില്ലേ, ആ സഞ്ചി നമ്മൾ കൊടുത്തു. തൈകള് ഓരോരുത്തരുടെ വീടുകളിലേക്കും ഓരോ കൂട് തൈകൾ എന്നുള്ളൊരിത്, അതൊക്കെയായിരുന്നു നമ്മള്. പിന്നെ ഈ പറഞ്ഞ പോലെ വിഭവങ്ങൾ കുറച്ച് ഈ കാച്ചില്, മധുരച്ചേമ്പ്, അതുപോലെ മധുരക്കിഴങ്ങ്, പിന്നെ നനക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് അങ്ങനെയുള്ള വിഭവങ്ങളുണ്ടായി. ഉന്നക്കായ. അപ്പൊ അധികം ആളുകൾ കഴിക്കാത്ത, മറ്റുള്ള റിസപ്ഷന് പോകുന്നതിന് എന്തെങ്കിലും വ്യത്യാസം വേണമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്തത്. കുറേയൊക്കെ ആഗ്രഹിച്ചിരുന്നു, നമുക്ക് പറ്റാവുന്ന ഈ ഒരു സമയത്തിനുള്ളിൽ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അതിന്റെ ബേസിൽ നമുക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വാർഡ് മെമ്പറും ഗ്രീൻ പ്രോട്ടോകോള് ഇത് തന്നു, പത്രം അവിടെ തന്നെ വെച്ച് തന്നിരുന്നു അവര്. പിന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് കുറച്ച് മരത്തൈകൾ, ഒരു കുഞ്ഞൊരു വനം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിപ്പോ തുടങ്ങിയിട്ടില്ല. അന്നത്തെ ദിവസം തിരക്കായോണ്ട് വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഞങ്ങൾ എത്തിയിട്ട് വേണം അത് തുടങ്ങാനായിട്ട്. ശരി, ഈ ഇത്രയും പ്രത്യേകതകളൊക്കെ ഒരുക്കിയത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രുതി ഇതൊക്കെ ആസ്വദിച്ചോ? സർപ്രൈസിംഗ് ആയിരുന്നോ എന്ന് ചോദിക്കണം. ശ്രുതി? തീർച്ചയായിട്ടും ഞാൻ വലിയൊരു സർപ്രൈസിലായിരുന്നു. ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവുന്നു, പക്ഷെ ഇത്രയ്ക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലും സർപ്രൈസിലായിരുന്നു. ശ്രുതി എങ്ങനെയാണ് ശരത്തിനെ പരിചയപ്പെട്ടത്? കൃഷിയിലൂടെ ആണെന്ന് പറഞ്ഞു, അതൊന്ന് കേൾക്കട്ടെ. ഞാൻ ആക്ച്വലി പരിചയപ്പെട്ടത് ഒരു വിത്ത് ചോദിച്ചിട്ട് ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പൊ വിത്ത് ചോദിച്ച് വിളിച്ചു, വിത്ത് തരാമെന്ന് പറഞ്ഞു. തന്നില്ല, എനിക്ക് കിട്ടിയില്ല വിത്ത്. പിന്നെ ഞങ്ങൾ ക്ലോസ് ആയി, ഫ്രണ്ട്സായി. അങ്ങനെ നേരിട്ട് കണ്ട് വിത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിക്കും പരിചയപ്പെട്ട് തുടങ്ങിയത്. പിന്നെ അതിപ്പോ ദാ ഇവിടെ എത്തി നിൽക്കണു. എന്തായാലും ഇവരുടെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. എന്തായാലും വളരെ റെയർ ആയിട്ടുള്ള ഒരു ബ്രൈഡും ഗ്രൂമുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതുപോലെ ഇവര് നടത്തിയ ഈ കല്യാണം ശരിക്കും അനുകരണീയമാണ്. നമ്മുടെ പ്രകൃതിയെ ഒരു തരി പോലും നോവിക്കാതെയാണ് ഇവരുടെ വിവാഹം നടത്തിയത്. അതുകൂടാണ്ട് നമ്മൾ ഒരുപാടൊന്നും ചെലവ് ചെയ്യേണ്ടാത്ത, അല്ലെങ്കിൽ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഇവരുടെ കല്യാണത്തിന് ചെന്നപ്പോ, അല്ലെങ്കിൽ ഇവരുടെ റിസപ്ഷന് ചെന്നപ്പോ കാണാൻ കിട്ടി. ഇതെല്ലാവർക്കും ശ്രമിക്കാവുന്നതാണ് അല്ലെ? എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു മാതൃക നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നെ.